അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. വളരെ വർഷങ്ങളായി പ്രിയപ്പെട്ട സുഹൃത്ത് അൻസാറിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ്, കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ഇരാറ്റുപേട്ടയിലെത്തിയ പ്രിയപ്പെട്ട അൻസാറിനോട് എല്ലാവിധ കടപ്പാടുകളും രേഖപ്പെടുത്തി. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പല വേദികളും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് അൻസാർ ഈരാറ്റുപേട്ടിലേക്ക് ക്ഷണിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാഹ് ഒരുപാട് ആഗ്രഹിച്ച് പല തടസ്സങ്ങളും അല്ലേ മുന്നിലുകൊണ്ട് എത്തിക്കില്ല. അള്ളാഹിൻ്റെ തൗഫീക്ക് കിട്ടിയത് ശരിക്കും ഇന്നാ. അൽഹംദുലില്ലാഹ് ഷമ്മാസ് ഉസ്താദിൻ്റെ വീട്ടിൽ വന്നു, കുടുംബത്തെ കണ്ടു, ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മുടെ സൽമാൻ മോൻ്റെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നുണ്ട്, എല്ലാ ദിവസവും കാണുന്നുണ്ട് നമ്മുടെ സൽമാൻ്റെ ഖുർആൻ ഖിറാഅത്ത് പാരായണം. വളരെ മനോഹരമായ ഖിറാഅത്ത് പാരായണം. അതൊക്കെ ഈ സ്റ്റുഡിയോ എന്നാന്ന് പറയുമ്പോൾ ആ സ്റ്റുഡിയോയിലേക്ക് നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. എപ്പോഴും ഉമ്മത്തൂരിനെ കുറിച്ച് ഒരുപാട് ചിന്തകൾ മനസ്സിൽ കടന്നു വരാറുണ്ട്. ശരിക്കും ഉമ്മത്ത് ഒരു 15 വർഷം അല്ലേ, ഏകദേശം 15 വർഷത്തോളമായില്ലേ. അപ്പോൾ ആ 15 വർഷത്തിന് മുമ്പ് പരിചയപ്പെട്ട ഒരാളുണ്ട്, നമ്മുടെ നാട്ടിലെ പ്രൊഫസർ പി മമ്മൂ സാഹിബ്. ഓർമ്മയുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക പ്രകാശനം നവംബർ 28 വ്യാഴാഴ്ച വളരെ പ്രൗഢഗംഭീരമായിട്ട് ഉമ്മത്തൂർ ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ ഒരു പരിപാടി ഞങ്ങളുടെയൊക്കെ വലിയൊരു ആഗ്രഹമാണ്. കാരണം നമ്മുടെ സഖാഫത്തിൻ്റെ സ്ഥാപകനാണ്. ഇപ്പം അദ്ദേഹം സഖാഫത്തിൻ്റെ അമരക്കാരനായിട്ട് അദ്ദേഹമുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. അദ്ദേഹം ഒരു ചരിത്ര അധ്യാപകനാണ്. ഏകദേശം 2.5 പതിറ്റാണ്ട് കാലം നമ്മുടെ ഫാറൂഖ് കോളേജിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ചരിത്രാധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകം കൂടിയാണ് ഇറങ്ങുന്നത്. അദ്ദേഹം ഒരു ചരിത്രപരമായ ഒരു പുസ്തകം എന്താക്കുന്നുണ്ട്, 2 പുസ്തകങ്ങൾ. അതിൽ ഒന്ന് ആത്മകഥ, മറ്റൊന്ന് കെടാവിളക്ക്. അപ്പം അതിൻ്റെ പ്രകാശനവും അദ്ദേഹത്തിനുള്ള ആദരവും ഈ പരിപാടി നടത്തുന്നത് സഖാഫത്ത് കമ്മിറ്റി തന്നെയാണ്. അപ്പം സഖാഫത്ത് കമ്മിറ്റി ആണെങ്കിലും എല്ലാ നാട്ടുകാരും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. അതിൻ്റെ പുസ്തക പ്രകാശനം നടത്തുന്നത് സാദിഖലി തങ്ങളുമാണ്. അപ്പം ബഹുമാനായ സാദിഖൽ തങ്ങളും അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ ജനപ്രതിനിധികളും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറ സാന്നിധ്യമായിട്ടുള്ള ഒരുപാട് ആളുകളും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ മമ്മൂ സാഹിബിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അന്ന് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രൊഫസർ പി മമ്മൂ സാഹിബിനെ പറ്റി പറയുമ്പോൾ മമ്മൂ സാഹിബിൻ്റെ ജീവിതം, ലൈഫ് തന്നെ ഒരു വിജ്ഞാനവും പ്രബോധനവും അതോടൊപ്പം തന്നെ സാമൂഹിക സേവനവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ ജീവിതമാണ്. നിരക്ഷരരായ ഒരു സമൂഹത്തെ സാക്ഷരതയുടെ പൊൻ വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സാധാരണ കൊച്ചു ഗ്രാമത്തിൽ ഒരു വലിയ സ്ഥാപനം പടുത്തുയർത്തിയ, ഇന്ന് ഏകദേശം 4000-ഓളം കുട്ടികൾ പഠിക്കുന്ന സഖാഫത്തുൽ ഇസ്ലാം. എനിക്ക് ഓർമ്മ വരുന്നത്, ഈ നശ്വരമായ ഭൗതിക ലോകത്ത് മനുഷ്യർ ഏറ്റവും ആദരിക്കുന്ന, റെസ്പെക്റ്റ് നൽകുന്ന ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് അത് വിജ്ഞാനം തന്നെയാണ്, അറിവ് തന്നെയാണ്. കാരണം സമ്പത്തിനെ മനുഷ്യൻ സൂക്ഷിക്കണം, എപ്പോഴും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. പക്ഷേ നമുക്ക് സംരക്ഷണം, പ്രൊട്ടക്ഷൻ തരുന്നത് നമ്മുടെ ജ്ഞാനമാണ്, നമ്മുടെ അറിവാണ്. അതോടൊപ്പം തന്നെ സമ്പത്തിനെ കള്ളന്മാർ കൊണ്ടുപോകും. പക്ഷേ വിജ്ഞാനം അങ്ങനെയല്ല. വിജ്ഞാനം അത് കൊടുക്കുന്തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതാണല്ലോ കവി പറഞ്ഞത്, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറും മേറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യതൻ മഹാധനം. സത്യത്തിൽ ഉമ്മത്തൂരിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു താരകം, ഒരു നക്ഷത്രമാണ് പ്രൊഫസർ പി മമ്മൂ സാഹിബ് എന്നാണ് എനിക്ക് പറയാൻ. അല്ലാഹു തആല ബഹുമാനപ്പെട്ട മമ്മൂ സാഹിബിന് ദീർഘായുസ്സും അള്ളാഹു ആഫിയത്തും നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ. ഇനിയും ഒരുപാട് സേവനങ്ങൾ നാടും നാട്ടുകാരും സമൂഹവും ബഹുമാനപ്പെട്ടവരിൽ നിന്ന്
അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നാദാപുരം, ഉമ്മത്തൂർ, പാറക്കടവ് ആ പ്രദേശത്ത് മുഴുവനും പ്രകാശിതമാണ്. അതോടൊപ്പം തന്നെ നീണ്ട 20 വർഷമായി ഖത്തറിൽ പിതാവ് ദീർഘകാലം ഒരു ജീവിതത്തിൻ്റെ 3/4 ഭാഗവും കഴിച്ചു കൂട്ടിയ ഖത്തർ, കൊല്ലാടൻ മർഹൂം ഹാജി അബ്ദുള്ള സാഹിബ്, നീ മണ്ണടിയിലും മായാതെ നിന്നിടും, നീ മണ്ണിൽ നേടും വിശിഷ്ട വ്യഖ്യാതികൾ, കാലത്തിനാകില്ല നിന്നെ മറക്കുവാൻ, ലോകത്തിനാകില്ല നിന്നെ വെറുക്കുവാൻ. അള്ളാഹു തആല മഹാനവറുകളുടെ ഖബർ സ്വർഗത്തിൻ്റെ മലർവാടിയാക്കി അള്ളാഹു കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ മഹത്തായ പുസ്തക പ്രകാശന ചടങ്ങിൽ പാണക്കാടിൻ്റെ പ്രിയപ്പെട്ട മുത്ത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യം ഉമ്മത്തൂരുകാർക്കും പരിസര ഗ്രാമങ്ങൾക്കും അള്ളാഹു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉപസംഹരിക്കാം. വാഹിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.